ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജസ് ഏതാണ് എന്നുള്ള ചോദ്യത്തിന് സാധാരണ എല്ലാവരും പറയുന്ന ഉത്തരമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി, എയിംസ് ഡൽഹി കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നമ്മൾ പറയുന്നത് പോണ്ടിച്ചേരിയിലുള്ള ജിപ്മറാണ്. എന്നാൽ NIRF റാങ്കിങ്ങിൽ 2024 റാങ്കിങ്ങിൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി നമുക്ക് ഫസ്റ്റ് റാങ്കിൽ കാണാം. രണ്ടാമതായിട്ട് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, പിജ്മർ എന്ന് പറയും. ബട്ട് അതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് ചണ്ഡീഗഡിൽ. മൂന്നാമതായിട്ട് നിങ്ങൾ കാണുന്നത് ദാറ്റ് ഈസ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, സ്ഥലം വെല്ലൂർ, തമിഴ്നാട്. സോ തമിഴ്നാട്ടിലെ വെല്ലൂരുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് CMC വെല്ലൂരാണ് മൂന്നാമത്തെ റാങ്കിങ്ങിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിംഹാൻസ് വരുന്നുണ്ട്, അതിനുശേഷമാണ് ജിപ്മർ വരുന്നത്. ഞാനിത് പറയുന്നത് എയിംസും ജിപ്മറൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിൽ പറയുന്നതിൻ്റെ കൂടെ അതേപോലെ തന്നെ പറയേണ്ട മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CMC വെല്ലൂർ. CMC വെല്ലൂരിൽ MBBS കൂടാതെ ഒരുപാട് അലൈഡ് മെഡിക്കൽ കോഴ്സുകളുണ്ട്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം CMC വെല്ലൂരിൻ്റെ വെബ്സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാവുന്നതാണ്. നമ്മൾ ഏതായാലും അവിടെ ഉള്ള കോഴ്സുകൾ, അതായത് ഡിഗ്രി UG കോഴ്സുകളും അതിലേക്കുള്ള എൻട്രൻസ് എക്സാമും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നൗ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇതാണ് admissions.cmcvellur.ac.in. ഈ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. 2 ഗ്രൂപ്പുകളായിട്ട് കോഴ്സുകളെ തിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് എയിൽ വരുന്നത് BSc നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സസ്. പിന്നെ വരുന്നത് ഗ്രൂപ്പ് B ഡിപ്ലോമ നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസസ് ഡിപ്ലോമ കോഴ്സസ്. സോ ഡിഗ്രി കോഴ്സസ് BSc നഴ്സിംഗ് വരുന്ന ഗ്രൂപ്പ് എ. ആ ഗ്രൂപ്പ് എയിൽ തന്നെയാണ് MBBS വരുന്നത്. MBBS നമുക്കറിയാം നീറ്റ് ആണ് എൻട്രൻസ് എക്സാം. ഗ്രൂപ്പ് ബിയിൽ ഡിപ്ലോമ കോഴ്സുകളാണ്, അത് നഴ്സിംഗിലും അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് കോഴ്സുകളും. ഇനി അപ്ലൈ ചെയ്യേണ്ട ഗ്രൂപ്പ് എ MBBS കോഴ്സിന് അതിന് സെപ്പറേറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആണ്. ബട്ട് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നെയാണുള്ളത്, അതല്ലെങ്കിൽ ഇതിലുള്ള അതേ ഡീറ്റെയിൽസ് തന്നെയാണ്. 2 ക്യാമ്പസുകളാണ്, വെല്ലൂരും ക്യാമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തും ക്യാമ്പസ് ഉണ്ട്. നൗ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ദാറ്റ്സ് ഓൺ 28th മാർച്ച്. അത് MBBSനാണെങ്കിലും അത് തന്നെയാണ് 28th മാർച്ചാണ്. അതായത് നീറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാലും CMC വെല്ലൂരിൽ നമുക്ക് MBBSനെ നമ്മൾ പരിഗണിക്കണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? CMC വെല്ലൂരിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നൗ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അത് 1st ഏപ്രിലാണ്. നൗ അതുപോലെ തന്നെ മൈനോറിറ്റി ക്രിസ്ത്യൻ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് ഒരുപാട് റിസർവേഷൻ CMC വെല്ലൂരിലുള്ള എല്ലാ കോഴ്സുകളിലുണ്ട്. സോ അതിലേക്കുള്ള മൈനോറിറ്റി നെറ്റ്വർക്ക് ഓർഗനൈസേഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി അത് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 25th ഏപ്രിലാണ്. ഇനി കോഴ്സുകളിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിൻ്റെ എൻട്രൻസ് എക്സാമുകൾ കോഴ്സസിൽ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് വെല്ലൂർ ക്യാമ്പസ് ആണ്. അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസസ് ഡിഗ്രി കോഴ്സസ് അതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത് 12th May 2025 മോർണിംഗിലാണ്. ഇനി ഗ്രൂപ്പ് ബിയിലെ ഡിപ്ലോമ കോഴ്സുകളാണെങ്കിൽ അതിന് അതേ ദിവസം തന്നെ ആഫ്റ്റർനൂൺ ആണ് എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത്. ഓക്കെ, മറ്റുള്ള കാര്യങ്ങൾ ഡേറ്റുകൾ ഒരുപാട് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റുകളൊക്കെ പറയുന്നുണ്ട്. ഈ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 ആണ്. ദർ ഈസ് എ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ചില പ്രാക്ടിക്കൽ ടെസ്റ്റുകളും ഇന്റർവ്യൂ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാവുന്നതാണ്. നൗ ഈ പറയുന്ന DCPC എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ പാസ്റ്ററൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന കോഴ്സാണ്. മൂവിങ് ഓൺ, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ടൈപ്സ് ഓഫ് കോഴ്സുകളുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രൂപ്പ് എ കോഴ്സസ് അതിൽ നമുക്ക് മാക്സിമം 7 കോഴ്സുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇൻക്ലൂഡിങ് MBBS ഡിഗ്രി കോഴ്സാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഗ്രൂപ്പ് എ കോഴ്സസ് ആണ്, ബാച്ചിലർ കോഴ്സസ് ആണ്. അപ്പോൾ MBBSും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടാതെ അലൈഡ് ഹെൽത്ത് സയൻസസിൽ നിന്നും BSc നഴ്സിംഗിൽ നമുക്ക് 6 കോഴ്സുകൾ മാത്രമേ ഗ്രൂപ്പ് എയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് MBBS തന്നെ, അത് കഴിഞ്ഞ ശേഷം BSc നഴ്സിംഗ്, പിന്നെ നമ്മളിങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കോഴ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. BSc നഴ്സിംഗ് ചിറ്റൂർ ക്യാമ്പസിലുണ്ട്, ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഒപ്റ്റോമെട്രി, അങ്ങനെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സുകൾ ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ BSc മെഡിക്കൽ റെക്കോർഡ് സയൻസ് ഇതെല്ലാം ഡിഗ്രി കോഴ്സസ് ആണ്. ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി BASLP നമ്മൾ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സാണ്. അത് CMC വെല്ലൂരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ, അതുപോലെ തന്നെ അഡ്മിഷൻ ഇയറിലുള്ള ഫീസ്, മറ്റ് ഫീസ്, മെസ്സ് ഫീസ്, എത്ര സീറ്റുകളുണ്ട്, അതിൽ ഓപ്പൺ സീറ്റുകൾ എത്രയാണ്, മൈനോറിറ്റി കോട്ട സീറ്റുകൾ എത്രയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ കാണുന്ന ടേബിളിൽ നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഇനി അതെല്ലാം ഈ പറയുന്ന ഗ്രൂപ്പ് എ കോഴ്സുകൾ തന്നെ വരുന്നതാണ്. നൗ അടുത്ത ഗ്രൂപ്പ് ബി സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബിയിൽ നമുക്ക്
അപ്ലൈ ചെയ്യാവുന്നത് മാക്സിമം 5 കോഴ്സസ് ആണ്. അതിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് പേപ്പറുകൾ, എൻട്രൻസ് എക്സാം പേപ്പറുകൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. സോ മാക്സിമം നമുക്ക് 2 എക്സാം പേപ്പർ വരുന്ന രീതിയിൽ പരമാവധി 5 കോഴ്സുകൾ ചൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ഡിപ്ലോമ കോഴ്സുകളാണ്, ഇൻക്ലൂഡിങ് നഴ്സിംഗ്, പിന്നെ ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ യൂറോളജി ടെക്നോളജി, അങ്ങനെ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളാണ്. അതിൻ്റെയും ഡീറ്റെയിൽസ്, എത്ര ഇയർ ആണ്, ഇന്റേൺഷിപ്പ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും വീണ്ടും നമുക്ക് ടേബിൾ കാണാം. സോ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. വളരെ കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ എങ്കിൽ പോലും അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുകയോ ഇല്ലേ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത്. അതിൻ്റെ എല്ലാം അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ all students in Group A courses and diploma in nursing are expected to serve an area of need for a period of 2 years. നമ്മൾ വളരെ കുറഞ്ഞ ഫീസിലാണ് പഠിക്കുന്നത്. സോ അപ്പോൾ എവിടെയാണോ നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ഒരു 2 years നമ്മൾ അവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ട് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ്. സോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ബോണ്ട് പീരീഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 rupees ആണ്. നമ്മൾ MBBS, BSc നഴ്സിംഗ്, AHS അലൈഡ് ഹെൽത്ത് സയൻസസ് ഡിഗ്രി കോഴ്സസിൽ ₹500 പെർ കോഴ്സ്. ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 500 രൂപയാണ്. സോ ഗ്രൂപ്പ് എയിൽ നമുക്ക് 7 കോഴ്സസ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ 7 കോഴ്സുകളും എടുത്തു കഴിഞ്ഞാൽ 3500 rupees അതിന് ഫീസായിട്ട് കൊടുക്കേണ്ടി വരും. അതുകൂടാതെ നമ്മൾ ഗ്രൂപ്പ് ബിയിലുള്ള കോഴ്സിലാണെങ്കിൽ 100 rupees പെർ കോഴ്സാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ PG കോഴ്സിലാണ് ഈ കാണുന്നത് കേട്ടോ. അത് നമുക്ക് റിലവൻ്റ് അല്ല. അടുത്ത പോയിന്റ്, ഈ പറയുന്ന സ്റ്റെപ്പ് 2 എല്ലാ കോഴ്സുകളിലേക്കും ജോയിൻ ചെയ്യുന്നതിന് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതുകൂടാതെ തന്നെ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഇന്റർവ്യൂ വരുന്ന ഭാഗമാണ് സ്റ്റെപ്പ് 2. അതിൻ്റെ ഡേറ്റുകളും ആക്ച്വലി തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മളവിടെ കൗൺസിലിങ്ങിന് വിളിക്കുന്നത് പോലെയാണ് സ്റ്റെപ്പ് 2. അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇനി എക്സാം സെൻറ്ററുകൾ കേരളത്തിൽ നിങ്ങൾക്ക് കാലിക്കറ്റ്, അതുപോലെ തന്നെ എറണാകുളം, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, തൃശ്ശൂർ. അപ്പോൾ നമുക്ക് അടുത്തുള്ള സിറ്റികളിലൊക്കെ തന്നെ എൻട്രൻസ് എക്സാമിന് നമുക്ക് എക്സാം സെൻറ്റർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. CMC വെല്ലൂരിൽ ഒരുപാട് ഡിഫറെൻറ്റ് കോഴ്സുകളുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് CMC വെല്ലൂർ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെറൈറ്റി ആയുള്ള കോഴ്സുകൾ ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഓപ്റ്റ് ചെയ്യാവുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CMC വെല്ലൂർ. അതിൻ്റെ രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത് March 28-നാണ്. ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.